ഹലോ ഗൈസ്, ഈ കൂൾ ലിപ്പിനെ കുറിച്ച് കാണാത്തതും കേൾക്കാത്തതും ഉപയോഗിക്കാതും ചിലരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പലരും ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിച്ചില്ലെങ്കിലും പലരും, അതായത് ഓൾമോസ്റ്റ് എല്ലാവരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്, അല്ലേ? അങ്ങനെ ഒരു ഒരു സംഭവമാണ് കൂൾ ലിപ്പ്. അപ്പോൾ നമ്മൾ കൂൾ ലിപ്പ് അപകടകാരിയാണോ? കാരണം അതിന് സൈഡ് എഫക്ട്സ് ഇല്ല, അതുപോലെ തന്നെ ടൊബാക്കോ ഇല്ല, പിന്നെ സ്മോക്കിംഗ് ഒന്നും ചെയ്യണ്ട, അതായത് സ്മോക്കൊന്നും നമ്മുടെ ശരീരത്തിനകത്ത് വരുന്നില്ല, സ്മെല്ലില്ല. അങ്ങനെ എന്തൊക്കെ എന്താണ് ഗുണമല്ലേ സ്മോക്കിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ കൂൾ ലിപ്പിന്. ഇങ്ങനെയാണ് പലരും കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ പലരിടത്തും പറഞ്ഞിട്ടുള്ളത്, അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ ഈ കൂൾ ലിപ്പ് നമ്മളൊക്കെ കേട്ടതുപോലെ അല്ലെങ്കിൽ വിചാരിക്കുന്നത് പോലെ അത്ര നല്ലൊരു സംഭവമാണോ എന്നുള്ളത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കണം. കാരണം ഇത് ഈ സ്മോക്കിങ്ങിനെക്കാട്ടിലും നല്ലതാണ്. അതായത് സ്മോക്കിങ് മോശമാണ്, അപ്പോൾ അതിനെക്കാട്ടിലും നല്ലതാണ് ഈ കൂൾ ലിപ്പ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. കാരണം സ്മോക്കിങ്ങിൽ അല്ലെങ്കിൽ ഒരു സിഗരറ്റിലുള്ള നിക്കോട്ടിൻ അതേ സംഭവം തന്നെയാണ് ഈ കൂൾ ലിപ്പിലുള്ളത്. പക്ഷേ ഈ സിഗരറ്റിലുള്ളതിനേക്കാളും കൂടുതൽ നിക്കോട്ടിൻ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറും കൂൾ ലിപ്പ് വയ്ക്കുമ്പോൾ. കാരണം അത് ലിപ്പിനടിയിൽ വയ്ക്കുന്നതാണ്. സ്മോക്ക് ചെയ്യുന്നത് ലങ്സിനകത്ത് പോയി ബ്ലഡിൽ കലർന്നൊക്കെയാണ് വരുന്നത്. പക്ഷേ അതിനെക്കാട്ടിലും പെട്ടെന്ന് ആൻഡ് ഹൈ എമൗണ്ടിലാണ് കൂൾ ലിപ്പ് വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിക്കോട്ടിൻ കയറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൈ എനർജി കിട്ടുന്നത്. പെട്ടെന്ന് നമുക്ക് ഹൈ എനർജി കിട്ടും, അല്ലേ? ഒരു ഹാപ്പിനെസ് കിട്ടും, നല്ലൊരു ഫീല് എല്ലാവർക്കും കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഇത് ഹൈലി അഡിക്റ്റീവാണ്. നമ്മൾ സ്മോക്കിങ്ങിനെക്കാളും വളരെ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് കൂൾ ലിപ്പ്. കൂൾ ലിപ്പ് ഉപയോഗിക്കുന്നവരടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും. അവർ സ്മോക്കിംഗ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഏതാണ് കൂടുതൽ അഡിക്റ്റീവ് എന്നുള്ളത് ഉറപ്പായിട്ട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഉള്ളത്, ഈ കൂൾ ലിപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്മോക്കിങ്ങിലും ക്യാൻസറും ബാക്കി അസുഖങ്ങളും ഒക്കെ വരും. കൂൾ ലിപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇതേ ക്യാൻസർ, അല്ലേ? അതുപോലെ തന്നെ ടൂത്ത് ഡീക്ക്, നമ്മളെ പല്ലൊക്കെ ദ്രവിച്ചു പോവും. അതായത് നമ്മുടെ മോണ ദ്രവിച്ചു പോവും. ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വരും. ഈ കൂൾ ലിപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ വായിലൊക്കെ ചെറിയ റെഡ് പാച്ചസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. കാരണം നമ്മളിപ്പം കൂൾ ലിപ്പ് വയ്ക്കുന്ന സ്ഥലത്ത് തന്നെ ഈ റെഡ് പാച്ചസ് വരണമെന്നില്ല. വായര എവിടെ വേണോ, അല്ലെങ്കിൽ ത്രോട്ടിൽ ഇവിടെയൊക്കെ റെഡ് പാച്ചസ് ഉണ്ടെങ്കിൽ അത് ക്യാൻസറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ തൊണ്ടയിലും പിന്നെ വായിലൊക്കെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എവിടെ വന്നാലും ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന ഭാഗത്താണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നിക്കോട്ടിൻ അല്ലാതെ ഇതിൽ ഫ്ലേവർ ചേർക്കും, പിന്നെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി പ്രിസർവേറ്റീവ്സ്, ഒരുപാട് കെമിക്കൽസ് ഒക്കെ ചേർക്കും. ഇത് ഡയറക്റ്റ്ലി നമ്മൾ നമ്മുടെ വാക്കകത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ആ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് പോകും. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് എന്താണ് ഈ കൂൾ ലിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ഒരു പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ ഒരു ഡ്രഗാണ് എന്ന് പറഞ്ഞാണ് കൂൾ ലിപ്പ് പലർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കേട്ടിട്ടാണ് പലരും അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതേ കൂൾ ലിപ്പ് നമ്മൾ നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിപ്രഷൻ വരും, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വരും. കാരണം അത്രയ്ക്ക് അഡിക്റ്റീവാണ്. ഒരു സ്മോക്കിംഗ് നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും പ്രോബ്ലം വരില്ല. പക്ഷേ ഈ കൂൾ ലിപ്പ് യൂസ് ചെയ്യുന്നവർ കൂൾ ലിപ്പ് നിർത്തിക്കഴിഞ്ഞാൽ അഡിക്ഷൻ കാരണം അവർക്ക് ഡിപ്രഷൻ വരാം, പിന്നെ ആങ്കർ ഇഷ്യൂസ് വരും, വളരെ സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. പിന്നെ ഇത് ലോങ് ടേം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കണ്ട, ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കും. അതായത് അവർക്ക് ഇപ്പോൾ ഒരു സന്തോഷത്തിനോ, അല്ലെങ്കിൽ ഒന്ന് നോർമലാവാനോ, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനോ എല്ലാത്തിനും ഈ കൂൾ ലിപ്പിൻ്റെ ആവശ്യം വേണം. അല്ലാതെ അവർക്ക് ഒന്നിനും കോൺസെൻട്രേഷൻ കിട്ടില്ല. പിന്നെ അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, ഹൈ ആങ്കർ ആയിരിക്കും. അതുപോലെ തന്നെ ഹാപ്പിനെസ്സിലൊന്നുമില്ല, കൂൾ ലിപ്പ് ഇല്ലാത്ത സമയത്ത് ഡിപ്രഷൻ ആയിരിക്കും. ആ ഒരു സിറ്റുവേഷൻ വരെ എത്താം.
ഓക്കെ. പിന്നെ ഇതിൽ നിന്ന് മാറുന്നതും ഡിഫിക്കൽട്ടാണ്, കാരണം ഹൈ അഡിക്ഷൻ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആരെങ്കിലും മാറ്റണം എന്നൊക്കെ ഉള്ളവർ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ ഇതിന് ഡോക്ടേഴ്സിൻ്റെ സഹായം തേടുക. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് നിക്കോട്ടിൻ ഗംസ്, പാച്ചസ് പോലുള്ള സാധനങ്ങൾ കിട്ടും. അതും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യരുത്, അത് പിന്നെ വേറെ പ്രോബ്ലം. സോ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എന്താണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള ഗംസൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുക. അതുകൊണ്ട് ഇനി ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് കൂളിപ്പ് സ്മോക്കിങ്ങിനെക്കാളും നല്ലതാണ്, അല്ലെങ്കിൽ അഡിക്ഷൻ ഇല്ല, നിക്കോട്ടിൻ ഇല്ല, ടൊബാക്കോ ഇല്ല, സ്മോക്കൊന്നും വരുന്നില്ല, ക്യാൻസർ ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഓർത്ത് നോക്കുക. ഓർക്കാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ളവരെ ഓർമ്മിപ്പിക്കാനും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഈ കൂളിപ്പ് യൂസ് ചെയ്യാതിരിക്കുക. മറ്റുള്ളവർ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തും യൂസ് ചെയ്യണ്ട എന്ന് പറയുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. അപ്പോൾ വീണ്ടും വരുന്നത് വരെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും.